തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ സസ്പെൻസ് തുടരുന്നു. TVKയ്ക്ക് പിന്തുണ നൽകണോ എന്ന് തീരുമാനിക്കാൻ CPIMന്റെയും CPIയുടെയും നിർണായക സംസ്ഥാന നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്ഭവന് മുന്നിലും TVK പ്രവർത്തകർ പ്രതിഷേധിച്ചു. MK സ്റ്റാലിന്റെ സമ്മതത്തോടുകൂടി തന്നെ TVKയ്ക്ക് പിന്തുണ നൽകാനാണ് ആലോചന. അമ്പരപ്പിക്കുന്നതും എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടു താഴെ എത്തിനിന്നതുമായ തമിഴക വെട്രിക്കഴകത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം കലങ്ങിമറിഞ്ഞ തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഒറ്റയ്ക്കും കൂട്ടായതുമായ TVK പ്രതിഷേധങ്ങൾ, വമ്പൻ പോലീസ് സുരക്ഷ, മാധ്യമപ്പട. കഴിഞ്ഞ 2 ദിവസമായി ഇതാണ് ലോക്ഭവന് മുന്നിലെ സാഹചര്യം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി TVKയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നിലവിൽ 113 നിയുക്ത MLAമാരുടെ പിന്തുണയാണ് TVKയ്ക്കുള്ളത്. കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 118 എന്ന മാജിക് നമ്പറിലേക്ക് എത്തണം. തമിഴ്നാട്ടിൽ DMKയുടെ സഖ്യകക്ഷികളായ CPIM, CPI, VCK എന്നിവർ വിജയ്ക്ക് പിന്തുണ നൽകണോ എന്നതിൽ ഇന്ന് തീരുമാനമെടുക്കും. ഇടത് കക്ഷികളുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. MK സ്റ്റാലിന്റെ സമ്മതത്തോടുകൂടി തന്നെ TVKയ്ക്ക് പിന്തുണ നൽകാനാണ് ആലോചന. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ ക്ഷണിക്കണമെന്ന് DMK ആവശ്യപ്പെട്ടു. ജനവിധി അംഗീകരിച്ച് ഗവർണർ നടപടിയെടുക്കണമെന്ന് കനിമൊഴി MPയും പറഞ്ഞു. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടന്ന DMK ഭാരവാഹി യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. In the democracy, I think what the people decide is supreme. Unfortunately, it's not a very clear mandate. But whatever it is, we have to respect it. അതേസമയം മുന്നണിയുമായി കൂടിയാലോചിക്കാതെ വിജയ്ക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി രാഷ്ട്രീയമായി വഞ്ചിച്ചെന്നാണ് DMKയുടെ ആരോപണം. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വിജയുടെ നേതൃത്വത്തിൽ നിയുക്ത TVKയുടെ MLAമാരുടെ യോഗവും പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ യോഗം വിളിച്ചിരുന്നെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കില്ലെന്ന ഗവർണറുടെ തീരുമാനത്തിന് പിന്നാലെ വിജയ് ചെന്നൈയിൽ തന്നെ തുടരുകയായിരുന്നു. ഗവർണർ കടുംപിടുത്തം തുടർന്നാൽ തുടർ നടപടികൾ ആലോചിക്കാൻ TVK ലീഗൽ സെൽ യോഗം ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. ഇതിനിടെ TVKയെ ചെറുക്കാൻ AIADMKയുമായി ധാരണയുണ്ടാക്കുമെന്ന തരത്തിൽ പരന്ന അഭ്യൂഹങ്ങൾ DMK തള്ളി. ഇരു പാർട്ടികളും ബദ്ധവൈരികളാണെന്നും ഒരിക്കലും സഹകരിക്കാനാകില്ലെന്നും DMK സംസ്ഥാന വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞു. ADMK and DMK are the major enemies in Tamil Nadu politics. Somebody might come in between, but they will go. So I don't think it is possible. TVK പിന്തുണ ചർച്ച ചെയ്യാൻ VCK നേതൃയോഗവും ചേരും. 3 കക്ഷികളുടെയും തീരുമാനം അനുകൂലമായാൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് വീണ്ടും ഗവർണറെ കാണും. അങ്ങനെ തമിഴ്നാടിന്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ രൂപീകരണത്തിൽ ഇടതുകക്ഷികളുടെ നിലപാട് നിർണായകമാവുകയാണ്. സംസ്ഥാന സമിതി യോഗം നടക്കുന്ന CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന്, തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ക്യാമറമാൻ അരുൺ നമ്പ്യാർക്കൊപ്പം സുജിത് ചന്ദ്രൻ.